പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ ഉറപ്പായും നിങ്ങൾ കാണണം, അവസാനം വരെ കാണണം. ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരിമാരുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ കാണണം. കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഷെർലക് ഹോംസിനെ കേട്ടിട്ടുണ്ടല്ലോ. ഷെർലക് ഹോംസ് ഒരു ആദർ കോനൻ ഡോയിൽ എഴുതിയ കുറ്റാന്വേഷണ കഥകളിലെ അന്വേഷകനാണ് ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസിൻ്റെ 5 ഓറഞ്ച് വിത്തുകൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. 5 ഓറഞ്ച് വിത്തുകൾ എന്ന് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് തപാലിൽ 5 ഓറഞ്ചിൻ്റെ കുരുക്കൾ കിട്ടും. 5 ഓറഞ്ചിൻ്റെ കുരുക്കൾ കിട്ടിയാൽ അതിനർത്ഥം അയാൾ കൊല്ലപ്പെടുമെന്നാണ്. അങ്ങനെ അയക്കുന്ന സംഘത്തിന് ഒരു പേരുണ്ട്, KKK എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. കു ക്ലക്സ് ക്ലാൻ എന്നാണ് KKKയുടെ പേര്. ഉറപ്പായിട്ടും ഈ 5 ഓറഞ്ച് കുരുക്കൾ നിങ്ങൾക്ക് മെസ്സേജ് വഴി, ഒരു മെസ്സഞ്ചർ വഴി, അല്ലെങ്കിൽ ഒരു തപാൽ ഉരുപ്പടി വഴി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ മരണം ഉറപ്പാണ്. ഈ KKKയെ കണ്ടുപിടിക്കാൻ വേണ്ടി ആർതർ കോനൻ ഡോയിലിൻ്റെ കഥാപാത്രമായ ഷെർലക് ഹോംസ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ 5 ഓറഞ്ച് വിത്തുകൾ എന്ന കഥയിലെ പശ്ചാത്തലം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ KKK മരണത്തിൻ്റെ അടയാളമാണ്. ഇപ്പോൾ ഒരു നമ്മുടെ പെൺകുട്ടികളെ കൊല്ലാൻ നടക്കുന്നുണ്ട്. ആ Kയെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ ജനുവരി 27 എറണാകുളത്ത് തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട് കുറച്ചങ്ങോട്ട് മാറുമ്പോഴുള്ള സ്ഥലമാണ് തിരുവാങ്കുളം. അവിടെ കുറച്ച് മലകളും പാറകളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ക്വാറിയിൽ ഒരു പെൺകുട്ടി മരിച്ചു കിടന്നു. ചെറിയ പെൺകുട്ടിയാണ്, +1 പഠിക്കുന്ന പെൺകുട്ടി, 17 വയസ്സ്. അവളുടെ ബാഗ് തുറന്നപ്പോൾ 4 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ്. ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു, എനിക്ക് ഈ നാട് ഇഷ്ടമല്ല, എനിക്ക് മരിക്കണം, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ മരിച്ചുപോയി, റോഡപകടത്തിൽ മരിച്ചുപോയി. നമ്മളോർക്കും കാമുകനായിരിക്കും, കൂടെ പഠിക്കുന്നവരായിരിക്കും. അല്ല, ഒരുപാട് നാടുകൾക്കപ്പുറം വളരെ ദൂരെ ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന രാജ്യം, ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഓൺലൈനിൽ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരിച്ചു റോഡപകടത്തിൽ. അതുകൊണ്ട് ഈ പെൺകുട്ടി ക്വാറിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അവളുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. അത് സംഭവിച്ചത് ജനുവരി 27 ഇന്നലത്തെ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും, ഗസിയാബാദിൽ 3 പെൺകുട്ടികൾ. അത് ദൃക്സാക്ഷി പറയുന്നുണ്ട്. പുലർച്ചെ 2 മണി അയാൾ നോക്കുമ്പോൾ ഒരു ജനലിൻ്റെ അവിടെ പുറം തിരിഞ്ഞ് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. 2 പെൺകുട്ടികൾ അവളുടെ ചുറ്റും അടുത്ത് നിൽക്കുന്നതും ഇയാൾക്ക് കാണാം. അയാൾ താഴെ നിന്ന് കാണുന്നുണ്ട് അത്രേ, കാരണം ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഷെയ്ഡ് കാണാം. പെട്ടെന്ന് ഈ ഇരുന്ന പെൺകുട്ടി ഇരുന്ന നിൽപ്പേ പുറകോട്ട് വീഴുന്നു, ചാടിയതാണ്. തൊട്ടു പിന്നാലെ 2 പെൺകുട്ടികളും ചാടുന്നു. 3 പേരും തൽക്ഷണം മരിച്ചുപോയി. ആ കുട്ടികളുടെ പേര് 16 വയസ്സുള്ള നിഷിക, പ്രാച്ചി 14 വയസ്സ്, പാഖി 12 വയസ്സ്. എന്താ സംഭവം നോക്കിയപ്പോഴത്തേക്ക് ആത്മഹത്യാക്കുറിപ്പ് കിട്ടി. അച്ഛൻ ഞങ്ങളെ കൊറിയയ്ക്ക് വിടില്ല, അല്ലേ, ഞങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് കൊറിയയാണ് ഇഷ്ടം, ഞങ്ങൾക്ക് കൊറിയയാണ് ഞങ്ങളുടെ ഇഷ്ടരാജ്യം, ഞങ്ങൾക്ക് കൊറിയയിലേക്ക് പോകണം, അച്ഛൻ ഞങ്ങളെ കൊറിയയുമായി ബന്ധപ്പെടാനുള്ള ഏക ഉപകരണമായ ഞങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊല്ലാൻ ഒരു വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൊറിയ ആണ്. കേരളത്തിൽ വന്നു, ഗസിയാബാദിൽ വന്നു. നമ്മുടെ കുട്ടികളിൽ പലരും കൊറിയൻ ഭ്രമത്തിന് അടിപ്പെട്ടിരിക്കുന്നു. അവർ കൊറിയൻ സിനിമകൾ കാണുന്നു, കൊറിയൻ ഡ്രാമകൾ കാണുന്നു. കൊറിയൻ ഡ്രാമകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമാണ്, മനോഹരമായ പ്രണയം, എല്ലാ സുന്ദരന്മാരായും സുന്ദരികളുമായ ചെറുപ്പക്കാർ. ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വല്ലാത്ത ആകർഷണം തോന്നുന്നു, അവരോട് അഡിക്ഷനാവുന്നു. കൊറിയൻ ബ്രാൻഡുകളുടെ ആരാധകരാകുന്നു, കൊറിയൻ ബാൻഡുകളുടെ ആരാധകരാകുന്നു. അപ്പോൾ ഈ കൊറിയയിൽ നിന്നാണ് നമ്മുടെ കിയ എന്നുള്ള കാറൊക്കെ വരുന്നത്. അപ്പോൾ കൊറിയ ഒരു വികസിത രാജ്യമാണ്, മറ്റേ കൊറിയ പോലെയല്ല, ഉത്തര കൊറിയ പോലെയല്ല അല്ല. അപ്പോൾ ദക്ഷിണ കൊറിയ ഒരു വികസിത രാജ്യമാണ്. പക്ഷേ അവിടെയുള്ള ചിലതിനൊക്കെ കണ്ടിട്ടില്ലാത്ത വെർച്വലായിട്ട് ഇതിനെയൊക്കെ കണ്ട് നമ്മുടെ കുട്ടികൾ അതിലേക്ക് വീഴുന്നു. ഇപ്പം തിരുവാങ്കുളത്തെ എറണാകുളത്തെ പെൺകുട്ടി ഈ ആത്മഹത്യ ചെയ്ത അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കൊറിയയിൽ വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ടോയെന്ന് ആർക്കും അറിയില്ല. ഇത് കുട്ടികളെ കാറ്റ് ഫിഷിങ് നടത്തുന്നതാണോ, ചതിക്കുഴിയിൽപ്പെടുത്തുന്നതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ മരിച്ച പെൺകുട്ടികളുടെയും ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു ഒരു നെക്സസായി നേരത്തെ പറഞ്ഞ KKK പോലെ നമ്മുടെ പെൺകുട്ടികളെ പിടിക്കാൻ ഒരു വന്നിരിക്കുന്നു. നേരത്തെ ബ്ലൂ വെയിൽ ഗെയിമൊക്കെ അപ്പം ഇൻ്റർനെറ്റിൽ ഇത് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലരൊക്കെ എന്താ കൊറിയയ്ക്ക് ഇത്ര പ്രത്യേകത എന്താ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ തോന്നുന്നത് വലിയ തോതിൽ കൊറിയ വലിയ വികസിത രാജ്യമാണ് എന്നൊക്കെ കരുതും. കൊറിയൻ
ആളുകളൊക്കെ വളരെ സുന്ദരന്മാരും സുന്ദരികളാണെന്നോ എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. അങ്ങനെയൊന്നും അല്ല. കൊറിയയിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ പോലും ആളുകൾക്ക് നല്ല രൂപഭംഗി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊറിയയിലുള്ള ആളുകളിൽ ഒരു 80% ആളുകളും പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന കൊറിയൻ സുന്ദരിമാരും സുന്ദരന്മാരും ഒന്നും നാച്ചുറലല്ല, അവർ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് നല്ല രൂപത്തിലെടുത്തിയാണ്. ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ജനങ്ങളാണ് കൊറിയ. അതായത് ഒരു ദിവസം അവർ 10-12 മണിക്കൂർ പഠിക്കണം. ജോലിയാണേലും അങ്ങനെയാണ്. ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നാണെങ്കിൽ പോലും അമിത ജോലിഭാരം, സാമ്പത്തിക സമ്മർദ്ദം ഒക്കെ വല്ലാതെ ഉള്ളൊരു രാജ്യമാണ്. ഈ സിനിമയിൽ കാണുന്നതല്ല കൊറിയയിലെ ജീവിതം. അവിടെ ഹോൻജോക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഒറ്റയ്ക്കിരിക്കുക, വലിയ സമ്മർദ്ദമുണ്ടായിട്ട് ഒറ്റയ്ക്കിരുന്ന് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൂടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരിക. ഹോൻജോക്ക് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയെ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഹോൻജോക്ക്. അപ്പോൾ നമ്മൾ ഈ സിനിമയെ കാണുന്നത് പോലെ അല്ല. ലിംഗവിവേചനം അവിടെയുണ്ട്. സ്ത്രീകൾക്ക് ഒരു പരിഗണനയില്ല. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് കൊറിയ. അങ്ങനെയും കണക്കുകൾ പറയുന്നു. അപ്പം പക്ഷേ അവരുടെ സിനിമകളിൽ, അവരുടെ ഡ്രാമകളിലൊക്കെ കാണുന്നത് എന്താണെന്നറിയോ? അവരുടെ രാജ്യത്തെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടുള്ള ഡ്രാമകളും കൊറിയൻ സീരിയലുകളൊക്കെ നിർമ്മിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ അഡിക്റ്റ് ആകുന്നത്. പിന്നെ മറ്റൊന്നുണ്ട്, കൊറിയൻ ബാൻഡുകളുണ്ട്. ഇപ്പോൾ BTS ആർമി എന്നൊരു ഗ്രൂപ്പുണ്ട്. കൊറിയയുടെ ഏറ്റവും ദക്ഷിണ കൊറിയയിലെ ഒരു ബോയ് ബാൻഡാണ്. അവരുടെ ബോയ് ബാൻഡിൻ്റെ ആരാധക കൂട്ടായ്മയാണ്. പക്ഷേ ഇവർ പാട്ട് കേൾക്കൽ മാത്രമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പാട്ട് കേൾക്കുന്നു, ആ പാട്ടിനോട് ആരാധന, അതിൽ പാടുന്നവരോട് ഒരു ആരാധനയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, അഡിക്ഷനാണ്. ഈ ഗായക സംഘത്തിൽ പാടുന്ന RM, ജിന്ന്, സുഗ, T-Hope, ജിമിൻ, ജങ്കുക്ക് എന്നൊക്കെ പറയുന്നവരോട് ഭയങ്കര ഭ്രാന്തമായ ആരാധനയാണ്. ഇത് അതിശക്തമായ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ BTS ആർമി വിചാരിച്ചാൽ അവർ ഏറ്റവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായ ഗ്രൂപ്പാണ്. അവർ വിചാരിച്ചാൽ എത്ര പെട്ടെന്ന് ഒരു റീൽസും ഒക്കെ ആയിട്ട് ഈ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറ്റാം. പക്ഷേ ഇതിനകത്തൊക്കെ പറയുന്നതറിയോ, ഒരു വെർച്വൽ ലോകത്തെ ആത്മപ്രണയം ഒക്കെ വളർത്തി ഈ ലോകം മുഴുവൻ നിരാശ നൽകുന്നതാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പകരുന്ന ബാൻഡുകളാണ്. അപ്പോൾ ഇതിൽ പെടുന്ന കുട്ടികൾ വല്ലാതെ ഇതിന് അഡിക്റ്റ് ആവുന്നു. ഒറ്റപ്പെടൽ വരുന്നു. വീട്ടിലൊക്കെ കുട്ടികൾ രാത്രി വൈകിയിരിക്കുമ്പോൾ അവർ ഒറ്റപ്പെടൽ, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നില്ല, സർവ്വനേരവും ഇങ്ങനെ മൊബൈലിൽ ഇരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സൂക്ഷിക്കണം. മുമ്പുണ്ടായിരുന്ന അഡിക്ഷനല്ല, കൊറിയൻ അഡിക്ഷൻ വല്ലാതെ വ്യാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടി ഇങ്ങനെ കൊറിയൻ പ്രേമം, കൊറിയൻ ആരാധകയായി മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും സൂക്ഷിക്കണം. അപകടം അടുത്തുണ്ട്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഈ കുട്ടികളെ കൊല്ലാൻ നേരത്തെ ഷെർലക് ഹോംസിൻ്റെ കഥയിലെ കെ പോലെ വന്ന് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ കാലൻ, കൊറിയ എന്നല്ല ഞാൻ പറയാം, കാലൻ സോഷ്യൽ മീഡിയയിലൂടെ കൊറിയൻ രൂപത്തിൽ നമ്മുടെ വീട്ടകങ്ങളിൽ വന്ന് നിൽപ്പുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരൊറ്റ മീഡിയ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഗുരുതരമായ പ്രശ്നമാണ്. ഇതൊരു വലിയ വിപത്താണ്, വല്ലാത്ത അഡിക്ഷൻ. അതായത് കൊറിയ എന്ന് പറയുന്ന രാജ്യം, കൊറിയ ഒരു സോഫ്റ്റ് പവർ മാത്രമാണ്. അതിനൊക്കെ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി കൃത്രിമമായി അവരുണ്ടാക്കി വിടുന്ന സീരീസുകളും സിനിമകളും ഡ്രാമകളും ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇതിലും ഭ്രമിച്ചു പോകുന്നത്. കൊറിയൻ സുന്ദരന്മാരെയും കാണുമ്പോൾ എനിക്ക് അവരുടെ അത്രയും സൗന്ദര്യമില്ല എന്ന് അപകർഷതാബോധം ഉണ്ടാകുന്നു, അവരുടെ അഡിക്ഷനാകുന്നു. അതാ ഞാൻ പറഞ്ഞത്, കൊറിയയിലെ 80% ആളുകളും പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടാണ് സുന്ദരിമാരുമായിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളാണ് കൊറിയക്കാർ. അത്ര കഠിനമായ സാമൂഹ്യ അന്തരീക്ഷമാണ് നിൽക്കുന്നത്. ഇപ്പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യം എടുക്കുന്നതിന് സമാനമായ റെസ്ട്രിക്ഷൻസൊക്കെ ഈ ജനാധിപത്യ കൊറിയയിലും ഉണ്ട്. അതുകൊണ്ട് അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ള പൂശിയ പോളിഷ്ഡായിട്ടുള്ള കഥകൾ പടച്ചുവിടുന്നത് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, സഹോദരിമാരെ സ്നേഹിക്കുന്ന, പെൺമക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത് കാണണം. ഈ കാര്യങ്ങൾ ആളുകളിലേക്ക് പരമാവധി എത്തിക്കണം. ഇത് പരമാവധി ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ മുത്തുകളാണ്, നമ്മുടെ വീടുകളുടെ വെളിച്ചമാണ് നമ്മുടെ പെൺമക്കൾ. അവരെ കഴുകൻ കൊത്തിക്കൊണ്ടുപോയി, കഴുകനും കെയാണ്, കാലനും കെയാണ്, കൊറിയയ്ക്കും കെയാണ്. ഓർമ്മിക്കുക, കുട്ടികളെ പരിശോധിക്കുക, അവരുടെ
മൊബൈൽ ഫോൺ ഉൾപ്പെടെയൊക്കെ നോക്കിയിട്ട് കൊറിയൻ ഭ്രമം അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കണം, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് ഇന്ത്യ ലൈവിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ പെൺമക്കൾക്കും വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.